Morning all, welcome to the video tutorial. So today we are going to discuss about chemical method for synthesis of nanoparticles. Nanoparticles ഒരു important portions ആണ് synthesis of nanoparticles. അപ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് നമ്മുടെ സിലബസിൽ ഹൈഡ്രോളിസിസ് ആൻഡ് റിഡക്ഷൻ അങ്ങനെ മാത്രമേ തന്നിട്ടുള്ളൂ. ആൻഡ് ഈ ഒരു ക്വസ്റ്റ്യൻ തന്നെ KTU 2019 ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ 10 മാർക്സിന് ചോദിച്ചിട്ടുണ്ട്. കെമിക്കൽ മെത്തേഡ്സ്. അപ്പോൾ 10 മാർക്സിന് നമുക്ക് എന്താണ് ഇത്രയും എഴുതാനുള്ളത് എന്നുള്ളൊരു ഡൗട്ട് വരും അല്ലേ. മിക്ക ആൾക്കാരും ഹൈഡ്രോളിസിസ് ആൻഡ് റിഡക്ഷൻ മാത്രമേ നോക്കിയിട്ടുണ്ടാവുള്ളൂ. അത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, ഹൈഡ്രോളിസിസിന് തന്നെ 2 ക്ലാസിഫിക്കേഷൻ ഉണ്ട്, റിഡക്ഷന് തന്നെ 2 ക്ലാസിഫിക്കേഷൻ ഉണ്ട്. ഇത് 4 കൂടുമ്പോഴാണ് നമ്മളുടെ കെമിക്കൽ മെത്തേഡ്സ് കംപ്ലീറ്റ് ആവുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് അത്രയും മാർക്കിന് KTU ചോദിക്കുന്നത്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ പഠിച്ചിരിക്കണം. അപ്പോൾ ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ ഹൈഡ്രോളിസിസ് ആണ്. ഹൈഡ്രോളിസിസ് എന്ന് പറയുമ്പോൾ നമുക്ക് അറിയാം അല്ലേ, വാട്ടറുമായിട്ടുള്ള റിയാക്ഷൻ ആയിരിക്കും. റിഡക്ഷനും നമുക്കറിയാമല്ലോ, റിഡക്ഷൻ പ്രോസസ്സൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇലക്ട്രോ കെമിസ്ട്രിയിൽ. സോ ഹൈഡ്രോളിസിസ് തന്നെ 2 ടൈപ്പ് ഉണ്ട്, ഹൈഡ്രോ തെർമൽ സിന്തസൈസും സോൾജർ മെത്തേഡും. ഇത് രണ്ടും വരുന്നത് ഈ കാറ്റഗറിയിലാണ്. റിഡക്ഷൻ തന്നെ 2 ടൈപ്പ് ഉണ്ട്, റിഡക്ഷൻ ബൈ യൂസിങ് റെഡ്യൂസിങ് ഏജൻറ്റ്സ് ആൻഡ് ഇലക്ട്രോ റിഡക്ഷൻ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് പഠിക്കണം. ഹൈഡ്രോളിസിസ് എന്ന് പറയുന്ന മെത്തേഡ് വാട്ടറുമായിട്ടുള്ള ഒരു റിയാക്ഷനാണ്. നമുക്ക് ഈ പേര് കേൾക്കുമ്പോൾ അറിയാം. ആക്ച്വലി ഇതിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് മെറ്റൽ ഓക്സൈഡിനെ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ മെത്തേഡ് യൂസ് ചെയ്യുന്നത്. മെറ്റൽ ഓക്സൈഡുകൾ അതിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് അതിൻ്റെ ആൽക്കോക്സൈഡുകൾ തന്നെയാണ്. അപ്പോൾ ആൽക്കോക്സൈഡ് യൂസ് ചെയ്തിട്ട് ചില കൺട്രോൾഡ് കണ്ടീഷനിലാണ് ഈ പ്രോസസ്സ് നടക്കുന്നത്, അല്ലാതെ റൂം ടെമ്പറേച്ചറിലൊന്നും അല്ല. അങ്ങനെയുള്ളൊരു കൺട്രോൾഡ് കണ്ടീഷനിൽ ആൽക്കോക്സൈഡ് റിയാക്ട് ചെയ്തിട്ട് അതിൻ്റെ മെറ്റൽ ഓക്സൈഡായിട്ട് മാറും. അങ്ങനെയാണ് നമുക്ക് നാനോ പാർട്ടിക്കിൾസ് കിട്ടുന്നത്. ഈ മെറ്റൽ ഓക്സൈഡ് എന്ന് പറയുന്നത് കറസ്പോണ്ടിങ് നാനോ പാർട്ടിക്കിൾസ് ആണ്. അപ്പോൾ മെയിൻലി കൊമേഴ്ഷ്യലി അവൈലബിൾ ആയിട്ടുള്ള കുറച്ച് നാനോ പാർട്ടിക്കിൾസ് ഞാൻ എഴുതിയിട്ടുണ്ട്. സിലിക്ക, ടൈറ്റാനിയ, അലൂമിനിയ. TiO2 നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട് ക്ലാസിഫിക്കേഷനിൽ, മെറ്റൽ ബേസ്ഡ് നാനോ മെറ്റീരിയൽ ആണെന്ന്. അപ്പോൾ ഇങ്ങനെയുള്ള കൊമേഴ്ഷ്യലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മെറ്റീരിയൽസിൻ്റെ പ്രിപ്പറേഷനാണ് നമ്മൾ ഈ മെത്തേഡ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഹൈഡ്രോളിസിസ് എന്ന് പറയുന്ന ടേമിൻ്റെ ഇൻട്രൊഡക്ഷനാണിത്. അപ്പോൾ ഇതിൽ ചെയ്യുന്നത് എന്താണ്, ഞാനിവിടെ ഒരു എക്സാമ്പിളിൻ്റെ റിയാക്ഷൻ എഴുതിയിട്ടുണ്ട്, നിങ്ങൾ ഓർത്ത് വയ്ക്കുക. ടൈറ്റാനിയം OR4 എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതെന്താണ്, ആക്ച്വലി ആൽക്കോക്സൈഡാണ്. ടൈറ്റാനിയത്തിൻ്റെ ആൽക്കോക്സൈഡ് ഫോമാണ്. അത് വാട്ടറായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ ടൈറ്റാനിയം ഡയോക്സൈഡ് ഉണ്ടാവും. അതാണ് മെറ്റൽ ഓക്സൈഡ് എന്ന് പറയുന്നത്. ഇതൊരു മെറ്റലാണ്, ട്രാൻസിഷൻ മെറ്റലാണ് ആൻഡ് ഇവിടെ അതിൻ്റെ ഓക്സൈഡ് ഫോം പ്ലസ് 4ROH. ഈ ഒരു റിയാക്ഷൻ ഓർത്ത് വെക്കുക. ഇവിടെ ഈ 6 കാണിച്ചിട്ടുള്ളത് ആൽക്കൈൽ ഗ്രൂപ്പിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഹൈഡ്രോളിസിസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ആൽക്കോക്സൈഡിൽ നിന്ന് നമ്മളതിൻ്റെ മെറ്റൽ ഓക്സൈഡ് പ്രിപ്പയർ ചെയ്യുന്ന മെത്തേഡ് യൂസിങ് വാട്ടർ, അതാണ് ഹൈഡ്രോളിസിസ്. അപ്പോൾ ഹൈഡ്രോളിസിൽ തന്നെ 2 ക്ലാസിഫിക്കേഷൻ ഉണ്ടല്ലോ, ഹൈഡ്രോ തെർമൽ സിന്തസൈസ്. ഈ പേര് നോക്കിയേ, ഈ ഹൈഡ്രോ തെർമൽ സിന്തസൈസ് എന്ന് പറയാൻ കാരണം എന്താണ്, അവിടെ നമ്മൾ വാട്ടർ തന്നെയാണ് യൂസ് ചെയ്യുന്നത് ആൻഡ് തെർമൽ എന്തോ ഒരു കണ്ടീഷൻ നമ്മൾ അപ്ലൈ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന സോൾവെൻറ്റ് വാട്ടറാണ്. വാട്ടർ മാത്രമല്ല, നമുക്ക് പല ടൈപ്പ് സോൾവെൻറ്റുകളും ഇവിടെ യൂസ് ചെയ്യാം. വാട്ടർ യൂസ് ചെയ്യുന്നത് കൊണ്ട് മാത്രമാണ് ഇതിനെ ഹൈഡ്രോ തെർമൽ എന്ന് പറയുന്നത്. വേറെ ഏതെങ്കിലും ഒരു സോൾവെൻറ്റ് തന്നെയാണെങ്കിൽ നമ്മൾ സോൾവോ തെർമൽ സിന്തസിസ് ഇതിനെ പറയും. ആൻഡ് കൺട്രോൾഡ് കണ്ടീഷൻ ഞാൻ ആദ്യം പറഞ്ഞു അല്ലേ, നോർമൽ റൂം ടെമ്പറേച്ചറൊന്നും അല്ല, കൺട്രോൾഡ് കണ്ടീഷനിലാണ് ഈ പ്രോസസ്സ് നടക്കുന്നത്. നമ്മൾ കൺട്രോൾ ചെയ്യുന്നു. എന്തൊക്കെയാണ് ആ കണ്ടീഷൻ, പ്രഷർ 1 atm തൊട്ട് 10,000 atm വരെ. ഓക്കെ, എത്ര പ്രഷറാണ് അപ്ലൈ ചെയ്യുന്നത്, ഹൈ പ്രഷറാണ് അപ്ലൈ ചെയ്യുന്നത്. അതുപോലെ ടെമ്പറേച്ചർ 100 ഡിഗ്രി തൊട്ടിട്ട് 1000 ഡിഗ്രി വരെ നമ്മൾ കൊടുക്കും. അത്രയും ഒരു റേഞ്ചിലുള്ള ടെമ്പറേച്ചർ. അപ്പോൾ നോക്കി എത്രയും ഹ്യൂജ് വാല്യൂസാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അല്ലേ. അതാണ് ഈ കൺട്രോൾഡ് കണ്ടീഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് നമ്മളിത് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന അപ്പാരറ്റസ്. ഇതിൻ്റെ പേര് സ്റ്റീൽ ബോംബ് എന്നാണ്. എന്തുകൊണ്ടാണ് സ്റ്റീൽ ബോംബ് എന്ന് പറയുന്നത്, ഇതൊരു ക്ലോസ്ഡ് സിസ്റ്റമാണ്. ഇതിൻ്റെ ഒരു ഫിഗർ ഞാനിവിടെ കൊടുക്കാം. ഇതൊരു ക്ലോസ്ഡ് സിസ്റ്റമാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ഇതിൻ്റെ കൺസ്ട്രക്ഷൻ ഞാൻ പറഞ്ഞു തരാം. ഇത് ഉണ്ടാവുക ഇങ്ങനെയാണ്. ഇത് ആക്ച്വലി ഒരു സ്റ്റീൽ പോലത്തെ ഒരു വലിയൊരു ഒരു സിലിണ്ടർ പോലത്തെ ഒരു അപ്പാരറ്റസ് ആണ്. അതിൻ്റെ പുറത്തൊരു ലിഡും ഉണ്ടാവും സ്റ്റീലിൻ്റെ തന്നെ. ഇനി അതിൻ്റെ അകത്ത് വേറൊരു പ്ലാസ്റ്റിക് പോലത്തെ ഒരു സിലിണ്ടർ കൂടെ ഉണ്ടാവും. ഇത്രയാണ് അപ്പാരറ്റസ്. അപ്പോൾ ഇവിടെ കാണിച്ചിട്ടുള്ള ലിഡ് സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ലിഡായിരിക്കും. കാരണം നമ്മൾ ഇത്രയും പ്രഷറും ടെമ്പറേച്ചറൊക്കെ കൊടുക്കുന്നതുകൊണ്ട് അത്രയും സ്ട്രോങ് ആയിട്ടുള്ള മെറ്റീരിയൽ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ഈ ഒരു പുറത്തുള്ള ബ്ലാക്കിൽ ഞാൻ കാണിച്ചിട്ടുള്ളത് ആ സ്റ്റെയിൻലെസ് സ്റ്റീൽ ഷെല്ല്. ഇതിൻ്റെ ഒറിജിനൽ പിക്ചറുമായിട്ട് കമ്പയർ ചെയ്യുക നിങ്ങൾ. ആൻഡ് ഇതിൻ്റെ അകത്ത് ഞാൻ ഈ റെഡിൽ കാണിച്ചിരിക്കുന്നത് ടെഫ്ലോൺ കപ്പാണ്. ടെഫ്ലോൺ നിങ്ങൾക്ക് അറിയാമല്ലോ, ഒരു സ്ട്രോങ് ആയിട്ടുള്ള പോളിമറാണ്. അപ്പോൾ എത്ര ഹീറ്റ് വന്നാലും അതിന് വിസ്റ്റാൻഡ് ചെയ്യാൻ പറ്റും.
പിന്നെ നമ്മൾ ഇതിൽ വാട്ടർ യൂസ് ചെയ്യുന്നു, ബിക്കോസ് വാട്ടറാണ് ഇവിടുത്തെ സോൾവെൻറ്റ്. ഇവിടെ ഞാൻ സോളിഡ് റിയേജൻസ് യൂസ് ചെയ്തിട്ടുണ്ട്. ഈ സോളിഡ് റിയേജൻസ് എന്ന് പറഞ്ഞാൽ ഇത് ഈ റിയാക്ഷൻ്റെ പ്രീകഴ്സേഴ്സ് ആണ്. പ്രീകഴ്സേഴ്സ് എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ടിങ് മെറ്റീരിയൽ ആണ്. നമുക്ക് ഇപ്പോൾ ഏതാണ്, ഇപ്പോൾ എനിക്ക് ടൈറ്റാനിയം ഡയോക്സൈഡ് ടൈറ്റാനിയത്തിൻ്റെ നാനോ പാർട്ടിക്കിൾസ് ആണ് വേണ്ടതെങ്കിൽ അതിൻ്റെ തന്നെ പ്രീകഴ്സേഴ്സ് ഇവിടെ കിട്ടും. സോളിഡ് പാർട്ടിക്കിൾസ് നമ്മളിവിടെ കൊടുക്കും. എന്നിട്ട് സോൾവെൻറ്റ് ഇവിടെ ഉണ്ട്. ആൻഡ് ഇതൊക്കെ ഈ അപ്പാരറ്റസിൻ്റെ ഭാഗമാണ്. നമ്മൾ എന്താണ് ഇവിടെ ചെയ്യുന്നത്, ഈ ഒരു അപ്പാരറ്റസിൻ്റെ അകത്ത് നമ്മൾ കൺട്രോൾഡ് കണ്ടീഷൻ അപ്ലൈ ചെയ്യും. പ്രഷറും ടെമ്പറേച്ചറും അത്രയും ഇതിൻ്റെ അകത്ത് അപ്ലൈ ചെയ്യും. അപ്പോൾ ഇതിൻ്റെ അകത്താണ് ഈ പ്രോസസ്സുകൾ നടക്കുന്നത്. ആക്ച്വലി ഇവിടെ നടക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് അത്രയും കൺട്രോൾഡായിട്ട് പ്രഷറും ടെമ്പറേച്ചറും അപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ എന്ത് നടക്കും, വാപ്പേഴ്സ് വാട്ടർ എന്ത് ചെയ്യും, അതിൻ്റെ ബോയിലിംഗ് പോയിൻറ്റും കഴിഞ്ഞ് അത്രയും ബോയിലിംഗ് പോയിൻറ്റ് വാട്ടറിൻ്റെ 100 ആണ്. അപ്പോൾ അതിലും കൂടുതൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് നടക്കും എന്നുള്ളതാണ് ഇവിടെയുള്ള ക്വസ്റ്റ്യൻ. അത് നമുക്ക് നോക്കാം. ഇവിടെ ഞാൻ കണ്ടീഷൻ ഓഫ് ടെമ്പറേച്ചർ എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യം കൂടി ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ബിലോ ദ സൂപ്പർ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ ഓഫ് വാട്ടർ. അതാണ് ഇവിടെ യൂസ് ചെയ്യുന്ന ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. 374 ഡിഗ്രി സെൽഷ്യസ് ഈസ് ദ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ ഓഫ് വാട്ടർ. അപ്പോൾ ഇവിടെ നമ്മൾ ആലോചിക്കേണ്ടത് ടെമ്പറേച്ചറിന് വലിയ റോളുണ്ട് ഇവിടെ. ടെമ്പറേച്ചറിനും പ്രഷറിനുമാണുള്ളത്. അപ്പോൾ അവിടെ ടെമ്പറേച്ചർ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, അവിടെ എടുത്ത് പറഞ്ഞിട്ടുണ്ട് സൂപ്പർ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ, അല്ലെങ്കിൽ അതിൻ്റെ താഴെ ആയിരിക്കണം. അപ്പോൾ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ സൂപ്പർ ക്രിട്ടിക്കലിൻ്റെ തൊട്ട് താഴെയാണ് വരുന്നത്. അപ്പോൾ 374 ഡിഗ്രി സെൽഷ്യസ്. അപ്പോൾ ഇതിൽ കൂടാൻ പാടില്ല എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ബിലോ ദ സൂപ്പർ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ ഓർ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് പറയാം കേട്ടോ, എങ്ങനെ പറഞ്ഞാലും കുഴപ്പമില്ല. ഇതിൻ്റെ മീനിങ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു വാട്ടർ ഹീറ്റ് ചെയ്ത് ഒരു ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ എത്തിക്കഴിഞ്ഞാൽ നമുക്കതിനെ ലിക്വിഫൈ ചെയ്യാൻ പറ്റില്ല. തണുപ്പിച്ചിട്ട് പിന്നെയും അതിനെ ലിക്വിഡാക്കി മാറ്റാൻ പറ്റില്ല. അങ്ങനെയുള്ള പ്രോസസ്സിന് പൊതുവേ നമ്മൾ എന്താ പറയാറ്, വേപ്പേഴ്സിനെ ലിക്വിഡാക്കി മാറ്റുന്നതിന് കണ്ടൻസേഷൻ അല്ലേ. അപ്പം പക്ഷേ വാട്ടർ അതിൻ്റെ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ അറ്റൈൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും നിങ്ങൾ എത്ര പ്രഷർ കൊടുത്താലും അതിനെ തിരിച്ച് ലിക്വിഡാക്കാൻ പറ്റില്ല. ആ ടെമ്പറേച്ചറാണ് ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ. അതിൻ്റെ വാല്യൂ ആണ് 374 ഡിഗ്രി സെൽഷ്യസ്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, ഈ ഒരു പ്രോസസ്സ് നടക്കുമ്പോൾ ഒരിക്കലും ഇതിനേക്കാളും കൂടാൻ പാടില്ല, ക്രിട്ടിക്കൽ ടെമ്പറേച്ചറിനേക്കാളും കൂടാൻ പാടില്ല. അപ്പോൾ ആക്ച്വലി ഇവിടെ ക്രിട്ടിക്കൽ ടെമ്പറേച്ചറിൻ്റെ കുറച്ചുകൂടി കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. നമ്മൾ നോർമലി ഹീറ്റ് ചെയ്യുമ്പോൾ വാട്ടറിൽ നിന്ന് വേപ്പേഴ്സ് പുറത്തേക്ക് പോവും. ക്ലോസ്ഡ് ആയിട്ട് കുറച്ച് പ്രഷർ കൊടുത്ത് ഹീറ്റ് ചെയ്യുന്ന സമയത്ത് വേപ്പേഴ്സൊക്കെ അവിടെ തന്നെ കിടക്കും അല്ലേ. പിന്നെ എന്താണ്, ഫെർദർ മോർ പ്രഷർ കൊടുക്കുന്നു, പിന്നെയും ഹീറ്റ് കൂട്ടി കൊടുക്കുമ്പോൾ ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും വാട്ടർ ഇല്ല, പിന്നെ ഒരു വേപ്പർ സ്റ്റേറ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ. ആ ഒരു വേപ്പർ സ്റ്റേറ്റിനെയാണ് സൂപ്പർ ക്രിട്ടിക്കൽ ടെമ്പറേച്ചറിലെ സൂപ്പർ ക്രിട്ടിക്കൽ സ്റ്റേറ്റ് എന്നൊക്കെ പറയുന്നത്. ആക്ച്വലി ഇതൊരു ഗ്യാഷ്യസ് സ്റ്റേറ്റ് എന്നും പറയാൻ പറ്റില്ല, ഒരു ഫോർത്ത് സ്റ്റേറ്റ് ഓഫ് മെറ്റീരിയൽ ആണ്. ഫോർത്ത് സ്റ്റേറ്റ് ഓഫ് മെറ്റീരിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത്ര പ്രെഡിക്റ്റബിൾ ആയിട്ടുള്ളൊരു സ്റ്റേറ്റൊന്നും അല്ല, ഗ്യാഷ്യസ് സ്റ്റേറ്റിനും അപ്പുറത്തുള്ളൊരു സ്റ്റേറ്റ്. ആ ഒരു സ്റ്റേറ്റാണ് ആക്ച്വലി ഈ സൂപ്പർ ക്രിട്ടിക്കൽ എന്നൊക്കെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആക്ച്വലി ഇവിടെ ഇതാണ് നടക്കുന്നത്. ഇവിടെ നടക്കുന്ന പ്രോസസ്സ് എന്താണ്, ഈ സ്റ്റീൽ ബോംബിൻ്റെ അടുത്ത് ഹൈ പ്രഷറും ഹൈ ടെമ്പറേച്ചറും കൊടുക്കുന്ന സമയത്ത് ഇവിടെയുള്ള വാട്ടറും നമ്മുടെ സോളിഡ് പാർട്ടിക്കിൾസൊക്കെ റിയാക്ട് ചെയ്ത് അത്രയും ടെമ്പറേച്ചറിൽ 100-ൻ്റെ മുകളിൽ പോകാൻ തുടങ്ങി. അത്രയും ടെമ്പറേച്ചറിൽ വരുമ്പോഴത്തേക്ക് ഇങ്ങനെ ഒരു സ്റ്റേറ്റ് വരും. ഈ ഒരു സ്റ്റേറ്റിലാണ് അവിടെ നാനോ പാർട്ടിക്കിൾസ് ഫോം ചെയ്യുന്നത്. അപ്പോൾ ഇതിനെ തിരിച്ച് കണ്ടൻസേഷൻ നടന്നാൽ പിന്നെ വാട്ടറായിട്ട് മാറുമൊന്നുമില്ല. ആ ഒരു സ്റ്റേറ്റിൽ നിന്ന് തന്നെ സോളിഡ് നാനോ പാർട്ടിക്കിൾസ് ഉണ്ടാവും. ആ ഹൈ ടെമ്പറേച്ചർ പ്രഷറിൽ നമ്മൾ ക്രിസ്റ്റലൈസേഷനൊക്കെ നടക്കുന്നില്ലേ, അതേപോലെ ഈ ക്രിസ്റ്റൽ ഫോർമേഷനൊക്കെ നടക്കുന്നത് ശരിക്കും ഹൈ ടെമ്പറേച്ചറും പ്രഷറൊക്കെ കൊടുത്തിട്ടാണ്. അതേപോലത്തെ ഒരു പ്രോസസ്സാണ് ഇവിടെ നടക്കുന്നത്. ഹൈ ടെമ്പറേച്ചറും പ്രഷറും കൊടുത്തിട്ട് നമ്മൾ ഇതിൻ്റെ അങ്ങനെ ഒരു ക്ലോസ്ഡ് സിസ്റ്റത്തിൻ്റെ അകത്ത് നാനോ പാർട്ടിക്കിൾസ് ഉണ്ടാക്കിയെടുക്കും. അതിൻ്റെ തന്നെ റിസൾട്ടുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇങ്ങനെ പ്രോസസ്സ് കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെ കിട്ടുന്നത്, നമുക്ക് പല ജോമെട്രിയിലുള്ള നാനോ പാർട്ടിക്കിൾസ് കിട്ടും. തിൻ ഫിലിം ആയിട്ടുള്ളത് കിട്ടും, ബൾക്ക് പൗഡർ ഫോമിലുള്ളത് കിട്ടും, സിംഗിൾ ക്രിസ്റ്റൽ ആയിട്ടുള്ളത് കിട്ടും, നാനോ ക്രിസ്റ്റൽ ആയിട്ടുള്ളത് കിട്ടും. ഇങ്ങനെ പല ടൈപ്പ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. പല ടൈപ്പ് കണ്ടീഷൻ കാരണം നമ്മൾ ആ ഒരു റേഞ്ചിലുള്ള പ്രഷറും ടെമ്പറേച്ചറും അല്ലേ അപ്ലൈ ചെയ്യുന്നത്. അതിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് പല ജോമെട്രിയിലുള്ള നാനോ പാർട്ടിക്കിൾസ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതേപോലെ നമ്മൾ മോർഫോളജി ചെക്ക് ചെയ്യുവാണെങ്കിൽ നമുക്കറിയാം ഡയമെൻഷൻ ബേസ്ഡ് ആണെങ്കിലും പല ടൈപ്പ് നാനോ മെറ്റീരിയൽ ഉണ്ട്. അതും നമുക്ക് ഈ ഒരു പ്രോസസ്സ് വഴി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പല ഡയമെൻഷനുള്ള 1 ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ ഒരു വയർ ഫോമിലുള്ളത്, 2 ഡയമെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഒരു തിൻ ഫിലിം പോലത്തത്, 3D എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ ഒരു ഗ്രൂപ്പ് ഓഫ് ട്യൂബുകൾ പോലത്തെ, അങ്ങനെ പല ടൈപ്പ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ടത് സോൾവെൻറ്റിൻ്റെ കോൺസെൻട്രേഷനൊക്കെ ഒന്ന് മാറ്റി കൊടുക്കുക എന്നുള്ളതാണ്. സോൾവെൻറ്റിൻ്റെ കോൺസെൻട്രേഷൻ അഡ്ജസ്റ്റ് ചെയ്തിട്ട് സൂപ്പർ സാച്ചുറേഷനും കൂട്ടിയിട്ടും കുറച്ചിട്ടും ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിൻ്റെ മോർഫോളജി മാറ്റി കൊടുക്കാൻ പറ്റും. അങ്ങനെ പല ഗുണങ്ങളും ഈ ഒരു ഹൈഡ്രോതെർമൽ പ്രോസസ്സിന് ഉണ്ട്.
ആൻഡ് ഇത് ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന പ്രൊഡക്റ്റിനും സ്പെഷ്യാലിറ്റി ഉണ്ട്. ആൻഡ് ദേ ആർ തെർമോഡൈനാമിക്കലി സ്റ്റേബിൾ സ്റ്റേറ്റ് ആൻഡ് മെറ്റാ സ്റ്റേബിൾ സ്റ്റേറ്റ്. മെയിൻലി സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു നാനോ പാർട്ടിക്കിൾസ് ആണ് ഇതിൽ നമുക്ക് കിട്ടാൻ പോകുന്നത്. ആൻഡ് വിത്ത് നോവൽ മെറ്റീരിയൽസ് എന്ന് പറയുന്നത്, ഈ നോവൽ മെറ്റീരിയൽസ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താ പറയുക, അത്രയും ഡിഫറെൻറ്റ് പ്രോപ്പർട്ടീസ് കാണിക്കുന്ന, നമുക്ക് വേറെ നോർമൽ ഒരു സിന്തസൈസ് വഴിയും ഇതേപോലെ നമുക്ക് പാർട്ടിക്കിൾസിനെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല. പല പ്രോപ്പർട്ടീസ് ഒരുമിച്ച് കാണിക്കുന്ന, പലൊരു സർപ്രൈസിങ് പ്രോപ്പർട്ടീസ് കാണിക്കുന്ന നാനോ മെറ്റീരിയൽസിനെ നമുക്ക് ഇതിൽ നിന്ന് കിട്ടും. വേറെ ഒരു പ്രോപ്പർട്ടി വഴി നമുക്ക് ഇത്രയും എന്താ പറയുക, ഒരു ഭയങ്കര പല ടൈപ്പ് പ്രോപ്പർട്ടി കാണിക്കുന്ന നാനോ മെറ്റീരിയൽസ് നമുക്ക് കിട്ടില്ല. അതാണ് ഈ നോവൽ മെറ്റീരിയൽ എന്ന് പറയുന്നത്. ആൻഡ് ഇതിനൊരു എക്സാമ്പിൾ ഉണ്ട്. ഈ എക്സാമ്പിളും ജസ്റ്റ് ഓർത്ത് വെച്ചാൽ നല്ലതാണ്. NgCl2+H2O നമ്മൾ ഹൈഡ്രോതെർമൽ ചെയ്ത് കഴിഞ്ഞാൽ NgO നമുക്ക് കിട്ടും, നാനോ പാർട്ടിക്കിൾസ് പ്ലസ് 2HCl. ഈ ഒരു റിയാക്ഷൻ ഓർത്ത് വെക്കുക. സോൾജൽ മെത്തേഡ് നമ്മൾ ചെയ്യുന്നത് ഫേസ് ട്രാൻസ്ഫോർമേഷൻ ആണ്. സോൾ എന്നുള്ളൊരു ഫോമിനെ ജെല്ലാക്കി മാറ്റുകയാണ് ഇതിൽ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ സോൾ എന്താണ്, ജെൽ എന്താണെന്നൊക്കെ +2 കൊളോയിഡൽ സിസ്റ്റത്തിൽ പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ സോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി സോളിഡ് ഡിസ്പേഴ്സ്ഡ് ഇൻ ലിക്വിഡ് സ്റ്റേറ്റ് ആണ്. ജെൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിക്വിഡ് ഡിസ്പേഴ്സ്ഡ് ഇൻ സോളിഡ് സ്റ്റേറ്റ് ആണ്. സോ ഇവിടെ സോൾ എന്ന് പറയുന്നത് നാനോ സോളിഡ് പാർട്ടിക്കിൾസ് ഡിസ്പേഴ്സ്ഡ് ഇൻ ലിക്വിഡ് ആണ്. ജെൽ എന്ന് പറയുന്നത് ലിക്വിഡ് ഡ്രോപ്ലെറ്റ്സ് ഡിസ്പേഴ്സ്ഡ് ഇൻ നെറ്റ്വർക്ക് ഓഫ് സോളിഡ് നാനോ പാർട്ടിക്കിൾസ്. അതായത് ഞാൻ ജസ്റ്റ് അത് എന്താണ് പറഞ്ഞതേ ഉള്ളൂ, കാരണം നാനോയിൽ വരുമ്പോഴത്തേക്ക് ചെറിയ ചില ചേഞ്ചുകൾ വരുമല്ലോ. അപ്പോൾ ഇത്രയും ആലോചിച്ചാൽ മതി. ലിക്വിഡിൽ കുറച്ച് സോളിഡ് നാനോ പാർട്ടിക്കിൾസ് ഉണ്ടെങ്കിൽ അത് സോളാണ്. ഇനി ഇവിടെ എന്താണ്, ഒരു സോളിഡ് നാനോ പാർട്ടിക്കിളിൻ്റെ ഒരു നെറ്റ്വർക്ക് പോലത്തെ ഒരു സ്ട്രക്ചറിൽ കുറച്ച് ലിക്വിഡ് ഡ്രോപ്ലെറ്റ്സുകൾ ഉണ്ടെങ്കിൽ അത് സോളാണ്. സോളിൽ നിന്ന് ജെല്ലിലോട്ടൊക്കെയുള്ള കൺവേർഷനാണ് സോൾജൽ മെത്തേഡ്. ആയിട്ട് ഇവിടെ നോക്കാം. ഫസ്റ്റ് ഇതിനൊരു സ്റ്റെപ്സ് ഉണ്ട് കേട്ടോ. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് സോൾ ഫോർമേഷൻ ആണ്. സോൾ ഉണ്ടാക്കുക, അതാണ് ആദ്യം നമ്മൾ ചെയ്യേണ്ടത്. അതിന് വേണ്ടി എന്താ യൂസ് ചെയ്യുന്നത്, നമ്മൾ നേരത്തെ പഠിച്ച പോലെ തന്നെ ഇനീഷ്യേറ്റ് ചെയ്യാൻ വേണ്ടി മെറ്റൽ ആൽക്കോക്സൈഡ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ മെറ്റലിൽ സാൾട്ട് യൂസ് ചെയ്യാം. അത് നമ്മൾ എന്ത് ചെയ്യുവാണ്, ഹൈഡ്രോളിസിസ് ചെയ്യുവാണ് ചെയ്യുന്നത്. അങ്ങനെ ഹൈഡ്രോളിസിസ് ചെയ്യുമ്പോൾ നമുക്ക് സോളിനെ കിട്ടും. പക്ഷേ ആ സോളിൻ്റെ പ്രത്യേകത എന്താണ്, നമ്മൾ ഈ മെറ്റാലിക് ആൽക്കോക്സൈഡൊക്കെ ആയിട്ട് റിയാക്ട് ചെയ്ത് വരുന്നതാണ്. അപ്പോൾ അതിൽ ഒരുപാട് ഇമ്പ്യൂരിറ്റീസുകൾ ഉണ്ടാവാം അല്ലേ. അപ്പോൾ നമുക്കത് കളഞ്ഞെടുക്കണം, എന്നാൽ മാത്രമേ നമുക്ക് ജെല്ലൊക്കെ ആക്കി മാറ്റാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് സ്റ്റേജിൽ ചെയ്യുന്നത് അതിനെ സോൾജൽ ട്രാൻസ്ഫോർമേഷന് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോൾജൽ ട്രാൻസ്ഫോർമേഷൻ. അപ്പോൾ എന്ത് ചെയ്യുകയാണ് ചെയ്യുന്നത്, ഈ സോളിൻ്റെ pHലൊക്കെ ചെറിയ വേരിയേഷൻ വരുത്തും. pHലും അതേപോലെ കോൺസെൻട്രേഷൻ, പല അതിൻ്റെ സറൗണ്ടിങ്സ് അതർ ഫാക്ടേഴ്സിലൊക്കെ ചേഞ്ച് വരുത്തി അങ്ങനെ ഇമ്പ്യൂരിറ്റീസിനെ റിമൂവ് ചെയ്ത് ആൻഡ് ഇതിനെ കണ്ടൻസേഷന് വിധേയമാക്കും. കണ്ടൻസേഷൻ ചെയ്ത് കഴിഞ്ഞാൽ എന്താ പറ്റുക, അത് ഒരു ലിക്വിഫാക്ഷൻ, ഒരു സോൾ എന്നുള്ള ഫോം ചെറിയൊരു ലിക്വിഡ് കണ്ടൻറ്റോടുകൂടിയായിട്ട് മാറും. അപ്പോൾ അവിടെ തന്നെ ഒരു ജെൽ ഫോർമേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങും, ജെല്ല് ഉണ്ടാവാൻ തുടങ്ങും കണ്ടൻസേഷൻ ചെയ്യുമ്പോൾ തന്നെ. തേർഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ആ ഉണ്ടായിട്ടുള്ള ജെല്ലിനെ പ്യൂരിഫിക്കേഷൻ ചെയ്യുക എന്നുള്ളതാണ്. എന്നാൽ ഇത് നമ്മൾ എന്ത് സാധനം പ്രിപ്പയർ ചെയ്യുമ്പോൾ, നമ്മുടെ ലാബിലൊക്കെ പ്രിപ്പറേഷനിൽ പഠിച്ചിട്ടുണ്ടാകും, എന്ത് പ്രിപ്പയർ ചെയ്യുമ്പോഴും നമ്മൾ എന്താ ചെയ്യുന്നത്, അതിനെ ഫിൽറ്റർ ചെയ്ത് വാഷ് ചെയ്ത് കളയണം ഇമ്പ്യൂരിറ്റീസ്. അപ്പോൾ ഇവിടെ ചെയ്യുന്നത് ജെല്ല് ഉണ്ടാക്കി കഴിഞ്ഞാൽ ജെല്ലിനെ ഫിൽറ്റർ ചെയ്തിട്ട് അതേപോലെ വാഷിംഗ് വിത്ത് സ്യൂട്ടബിൾ സോൾവെൻറ്റ്, ഏതെങ്കിലും ഒരു സോൾവെൻറ്റ് വെച്ചിട്ട്, വാട്ടറോ അങ്ങനെ ഏതെങ്കിലും ഒരു സോൾവെൻറ്റ് വെച്ചിട്ട് അതിനെ വാഷ് ചെയ്ത് അതിലെ ഇമ്പ്യൂരിറ്റീസിനെ കളഞ്ഞു കഴിഞ്ഞാൽ അടുത്ത പ്രോസസ്സും നമുക്ക് ഫെമിലിയർ ആണ്. നമ്മൾ പ്രിപ്പറേഷനിൽ ലാസ്റ്റ് ചെയ്യുന്ന എന്താണ്, എപ്പോഴും ഡ്രൈ ചെയ്യുക, അതിലുള്ള വാട്ടർ കണ്ടൻറ്റും മോയ്സ്ചർ കണ്ടൻറ്റും ഒക്കെ കളയാൻ വേണ്ടി ഡ്രൈ ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ഡ്രൈ ചെയ്ത് കഴിഞ്ഞാൽ ഫൈനലി കറസ്പോണ്ടിങ് ആയിട്ടുള്ള സോളിഡ് നാനോ പാർട്ടിക്കിൾസ് കിട്ടും. ഇതിനും ഒരു എക്സാമ്പിൾ നിങ്ങൾക്ക് ഓർത്ത് വെക്കാനുണ്ട്. ഏതാണ് എക്സാമ്പിൾ, അലൂമിനിയം ആൽക്കോക്സൈഡ് ഞാനിവിടെ എടുത്തു. അലൂമിനിയം ആൽക്കോക്സൈഡ് എടുത്തു, ഹൈഡ്രോളിസിസ് ചെയ്തു, ആൻഡ് ഫൈനലി നമുക്ക് കിട്ടിയത് എന്താണ്, അലൂമിനിയം ഓക്സൈഡ് നാനോ പാർട്ടിക്കിൾസ്. അപ്പോൾ ഇത് ഒരു സോളായിരുന്നു, ഫൈനലി കിട്ടുന്നത് ഒരു ജെൽ ഫോമിലുള്ള അലൂമിനിയം ഓക്സൈഡ് നാനോ പാർട്ടിക്കിൾസ് ആണ്. റെപ്രസെൻറ്റേഷൻ ആണ് കേട്ടോ സോൾജൽ മെത്തേഡിൻ്റെ. ഞാൻ ആദ്യം പ്രീകഴ്സർ പ്ലസ് സോൾവെൻ്റ് എടുത്തു. പ്രീകഴ്സർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇനീഷ്യേറ്റ് ചെയ്യാൻ വേണ്ടി ആഡ് ചെയ്യുന്ന സോളിഡ് മെറ്റീരിയൽ, ചിലപ്പോൾ അത് ഏതെങ്കിലും ഒരു നാനോ പാർട്ടിക്കിൾസിൻ്റെ എന്തെങ്കിലും ഒരു മെറ്റീരിയൽ ആയിരിക്കും. അതിനാണ് പ്രീകഴ്സർ എന്ന് പറയുന്നത്. അത് നമ്മൾ സോൾവെൻറ്റുമായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ഹൈഡ്രോളിസിസ് ചെയ്യും. ഹൈഡ്രോളിസിസ് ചെയ്യുമ്പോൾ സോൾ ഫോർമേഷൻ നടക്കും. സോൾ ഫോർമേഷൻ നടന്നു കഴിഞ്ഞിട്ട് ദെൻ നമ്മൾ കണ്ടൻസേഷൻ ചെയ്തിട്ട് അതിനെ സോളിഡ് ജെൽ ട്രാൻസ്ഫോർമേഷൻ നടത്തി ജെല്ലാക്കി മാറ്റും. ഓക്കെ, ഇത്രയും സ്റ്റേജ് നമ്മൾ പഠിച്ചതല്ലേ. ഫസ്റ്റ് സോൾ ഫോർമേഷൻ, പിന്നെ ജെൽ ഫോർമേഷൻ. അപ്പോൾ ഇതൊക്കെ വരുന്നത് ഹൈഡ്രോളിസിസിലാണ്. ഇത്രയും ഭാഗം വരുന്നത് സോള് ഫോം ചെയ്യുന്നവരെ ഹൈഡ്രോളിസിസ്, പിന്നെ വരുന്നത് കണ്ടൻസേഷൻ, ഇവിടം വരെ കണ്ടൻസേഷൻ. ഇത് മനസ്സിലായല്ലോ. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ ജെല്ല് കിട്ടി. പിന്നെ നമ്മൾ എന്താ ചെയ്യുന്നത്, ഫിൽട്രേഷനും വാഷിങ്ങും എല്ലാം കഴിഞ്ഞ് ഡ്രൈയിങ് ആണ് ചെയ്യുന്നത്. ഇങ്ങനെ ഡ്രൈയിങ് പല രീതിയിൽ ചെയ്യാം. ഡ്രൈയിങ് മെത്തേഡ്
ഒന്ന് സൂപ്പർ ക്രിട്ടിക്കൽ ഡ്രൈയിങ് ആണ്, ടെമ്പറേച്ചർ കൊടുത്തിട്ട് തന്നെ, ഹൈ ടെമ്പറേച്ചർ കൊടുത്തിട്ട് തന്നെയുള്ള ഡ്രൈയിങ്. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഈ ജെല്ലിലുള്ള നാനോ പാർട്ടിക്കിൾസിന് അല്ലെങ്കിൽ ജെല്ലുകളുടെ ഫോമിൽ നിന്ന് നമ്മൾ എയറോജെൽ വിളിക്കും, എയറോജെൽ. ഓക്കെ, ഇനി തെർമൽ ഡ്രൈയിങ്, സാധാരണ ടെമ്പറേച്ചർ അപ്ലൈ ചെയ്തിട്ട്, നോർമൽ ടെമ്പറേച്ചർ അപ്ലൈ ചെയ്തിട്ട് ഡ്രൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് സെറോജെലാണ്. ആൻഡ് ഫ്രീസ് ഡ്രൈയിങ് നമുക്ക് അത്ര ഫെമിലിയർ അല്ല. ഫ്രീസ് ഡ്രൈയിങ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി ലോ ടെമ്പറേച്ചറിൽ ഡീഹൈഡ്രേഷൻ നടത്തുന്ന പ്രോസസ്സാണ്. ടെമ്പറേച്ചർ കുറച്ച് നമ്മുടെ മെറ്റീരിയലിനെ ഒരു ഐസ് ഫോമിലാക്കും, എന്നിട്ട് നമ്മളതിനെ ഡയറക്റ്റ് സബ്ലിമേഷൻ നടത്തിയിട്ട് കളയുവാണ് ചെയ്യുന്നത്, അതിലുള്ള സോൾവെൻറ്റ് കണ്ടൻറ്റുകളൊക്കെ. അതാണ് ഈ ഫ്രീസ് ഡ്രൈയിങ് എന്ന് പറയുന്നത്, ടെമ്പറേച്ചർ കുറച്ചിട്ട് ഡ്രൈ ചെയ്തെടുക്കുന്ന മെത്തേഡ്. ആൻഡ് ഇങ്ങനെ ചെയ്താൽ നമുക്ക് കിട്ടുന്ന ക്രയോജെൽ ഫോമുകളാണ്. ഇതും ജെൽ തന്നെയാണ്, അത് വേറൊരു ഫോമാണ്. ഇനി ഇതിനെയൊക്കെ ഹീറ്റ് ചെയ്ത് കളഞ്ഞാൽ നമുക്ക് ഫൈനലി നമ്മുടെ പ്രൊഡക്റ്റ് കിട്ടും, നാനോ പാർട്ടിക്കിൾസ് കിട്ടും. അപ്പോൾ ഇങ്ങനെ 3 പോസിബിലിറ്റിയിൽ നമുക്ക് ഹീറ്റ് ചെയ്തെടുക്കാം എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതായത് 3 മെത്തേഡിൽ നമുക്ക് കിട്ടുന്ന ഫോമുകൾ ഡിഫറെൻ്റ് ആയിരിക്കും. ആൻഡ് അതിന് കാൽസിനേഷൻ എന്ന് പറഞ്ഞാൽ ഹീറ്റ് ചെയ്യുക, കാൽസിനേറ്റ് ചെയ്തിട്ട് ഫൈനലി നമുക്ക് ഫൈനൽ പ്രൊഡക്റ്റ് കിട്ടും. ഓക്കെ, ഇതിനെന്താ നമുക്ക് ഏജിങ് ആൻഡ് ഡ്രൈയിങ് എന്ന് പറയാം. ഏജിങ് ആൻഡ് ഡ്രൈയിങ് എന്ന് ഉദ്ദേശിക്കുന്നത് ഫിൽട്ടർ ചെയ്യുന്ന, വാഷ് ചെയ്യുന്ന, ഡ്രൈ ചെയ്യുന്ന, ഈ 3 സ്റ്റേജിനെയാണ് അപ്പോൾ ഈ ഏജിങ് ആൻഡ് ഡ്രൈയിങ് കൊണ്ട് മീൻ ചെയ്യുന്നത്. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ റെപ്രസെൻറ്റേഷൻ വരുന്നത്. അടുത്ത പ്രോസസ്സ് എന്ന് പറയുന്നത് റിഡക്ഷൻ പ്രോസസ്സാണ്. റിഡക്ഷൻ പ്രോസസ്സ് തന്നെ നമുക്ക് സെക്കൻഡ് ആണ് കേട്ടോ. റിഡക്ഷൻ പ്രോസസ്സ് വരുന്ന 2 ഉണ്ടെന്ന് പറഞ്ഞു, റെഡ്യൂസിങ് ഏജൻറ്റ് ആൻഡ് ഇലക്ട്രോ റിഡക്ഷൻ. എന്താണ് ആദ്യം റിഡക്ഷൻ പ്രോസസ്സ് നമുക്ക് നോക്കാം. നമ്മൾ മെയിനായിട്ട് ഗോൾഡ് അല്ലെങ്കിൽ സിൽവർ നാനോ പാർട്ടിക്കിൾസ് ഉണ്ടാക്കാനാണ് ഈ മെത്തേഡ് യൂസ് ചെയ്യുന്നത്. എന്താ അതിനു വേണ്ടി ചെയ്യുന്നത്? അതിൻ്റെ കറസ്പോണ്ടിങ് സൊല്യൂഷനെ റെഡ്യൂസ് ചെയ്യുക. റിഡക്ഷൻ നമുക്കറിയാമല്ലോ, അതിൻ്റെ കറസ്പോണ്ടിങ് സൊല്യൂഷനെ റെഡ്യൂസ് ചെയ്യുക എന്നുള്ള മെത്തേഡ് മാത്രമേ ഉള്ളൂ. സപ്പോസ് സിൽവറിൻ്റെ നാനോ പാർട്ടിക്കിൾസ് ആണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ നിങ്ങൾ എന്ത് സൊല്യൂഷനാണ് യൂസ് ചെയ്യേണ്ടത്? സിൽവർ നൈട്രേറ്റ് സൊല്യൂഷൻ. ആൻഡ് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് റെഡ്യൂസിങ് ഏജൻസുകളൊക്കെ ആയിട്ട് ഇവിടെ പലതും യൂസ് ചെയ്യേണ്ടി വരും. റെഡ്യൂസിങ് ഏജൻറ്റുകൾ ഞാനിവിടെ കുറച്ച് റെഡ്യൂസിങ് ഏജൻറ്റിൻ്റെ പേര് കൊടുത്തിട്ടുണ്ട്. സോഡിയം ബോറോഹൈഡ്രേറ്റ്, അസ്കോബിക് ആസിഡ്, ഗ്ലൂക്കോസ്, അതൊക്കെ യൂസ് ചെയ്യാം. ആൻഡ് മെയിൻലി നമുക്ക് റിഡക്ഷൻ എന്ന് പറഞ്ഞാൽ തന്നെ നമുക്കറിയാമല്ലോ, Ag++ ഇലക്ട്രോൺ ഗിവ്സ് Ag. ഇതാണ് ഇതിൻ്റെ ബേസായിട്ട് നടക്കുന്ന പ്രോസസ്സ്. ആൻഡ് ഇതിൻ്റെ കൂടെ തന്നെ കുറച്ച് പ്രൊട്ടക്റ്റീവ് ഏജൻറ്റ്സും നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കണം ഈ റിയാക്ഷൻ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി. അതിന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ് തയോൾ, ഗ്ലൂക്കോസ് ഒക്കെ. ഇതൊക്കെ പ്രൊട്ടക്റ്റീവ് ഏജൻറ്റുകളാണ്. ആൻഡ് ഒന്നുകൂടി ഈ പ്രോസസ്സ് ഞാൻ ഒന്നുകൂടി സമ്മറൈസ് ചെയ്യാണ്. സൊല്യൂഷൻ ഉണ്ട്, നമുക്ക് ഏത് പാർട്ടിക്കിൾസ് ആണോ എയിം ചെയ്യുന്നത് അതിൻ്റെ തന്നെ സൊല്യൂഷൻ എടുത്തു, അതിൻ്റെ കൂടെ റെഡ്യൂസിങ് ഏജൻറ്റ് ആഡ് ചെയ്തു, പ്രൊട്ടക്റ്റീവ് ഏജൻറ്റ് ആഡ് ചെയ്തു. ഫൈനലി നമുക്ക് ഇപ്പോൾ ഞാൻ സിൽവർ ആണ് എയിം ചെയ്യുന്നതെങ്കിൽ സിൽവർ നാനോ പാർട്ടിക്കിൾസ് കിട്ടും. ഇത് 2 ടൈപ്പ് ഉണ്ട്, ബൈ യൂസിങ് റെഡ്യൂസിങ് ഏജൻറ്റ് ആൻഡ് ഇലക്ട്രോ റിഡക്ഷൻ. അത് ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. ഫസ്റ്റ് മെത്തേഡ് ഇത് നമുക്ക് നോക്കാം, ഞാൻ ഓരോന്നായിട്ട് പറഞ്ഞുതരാം. റെഡ്യൂസിങ് ഏജൻറ്റ് യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് നമ്മൾ നാനോ പാർട്ടിക്കിൾസിന് എടുക്കുന്നത് റിഡക്ഷൻ വഴി. അപ്പോൾ ഇതിനു വേണ്ടി ഞാനൊരു ബീക്കർ എടുക്കുന്നു. ഓക്കെ, ഒരു ബീക്കർ എടുക്കുന്നു. ബീക്കറിൽ ഞാൻ എന്തെടുത്തിട്ടുണ്ട്? ഞാൻ പറഞ്ഞിട്ടുണ്ട് സിൽവർ നാനോ പാർട്ടിക്കിൾസ് ആണെങ്കിൽ കറസ്പോണ്ടിങ് സൊല്യൂഷൻ സിൽവർ നൈട്രേറ്റ്. ഓക്കെ, സിൽവർ നൈട്രേറ്റ് എടുക്കണം. അപ്പോൾ അതിനൊരു കണക്കുണ്ട്, 60 ml ആണ് എടുക്കേണ്ടത്. 1 millimolar AgNO3 സൊല്യൂഷൻ 60 ml. അപ്പോൾ ഇതിൻ്റെ മൊളാരിറ്റി കാര്യങ്ങളൊക്കെ അത് തന്നെ ആയിരിക്കണം, ഇത്ര ml ഇത്ര മോളാർ AgNO3 സൊല്യൂഷൻ. അത് ഞാനിവിടെ എടുത്തു. ആൻഡ് ഇതൊരു വാച്ച് ഗ്ലാസ് കൊണ്ട് കവർ ചെയ്യുക, അതിൻ്റെ അകത്തൊരു മാഗ്നറ്റിക് സ്റ്റിറർ പ്ലേസ് ചെയ്യുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ഇതൊരു ഹോട്ട് പ്ലേറ്റിൽ വെക്കുക. ഹോട്ട് പ്ലേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹീറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു അപ്പാരറ്റസ് ആണ്. അത് ജസ്റ്റ് ഒരു അതിൻ്റെ മുകളിൽ വെച്ചാൽ തന്നെ ആ പ്ലേറ്റ് ചൂടാകുമ്പോൾ നമുക്ക് ഹീറ്റ് കിട്ടും. ഓക്കെ, നമ്മൾ ലാബിലൊക്കെ യൂസ് ചെയ്യുന്ന ഒരു മെറ്റീരിയലാണ്. അപ്പോൾ ഇത്രയും നമ്മൾ ചെയ്ത് വെക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? ഈ നമ്മൾ ഹീറ്റ് കൊടുക്കുന്നുണ്ടല്ലോ ഹോട്ട് പ്ലേറ്റ് വഴി, അപ്പോൾ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ബോയിൽ ചെയ്യാൻ തുടങ്ങും. ഇങ്ങനെ ബോയിൽ ചെയ്യുന്ന സിറ്റുവേഷൻ എത്തുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്നറിയോ? ഇതിൻ്റെ അകത്തോട്ടേക്ക് റെഡ്യൂസിങ് ഏജൻറ്റ് ആഡ് ചെയ്യണം. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ള സിൽവർ നാനോ പാർട്ടിക്കിൾസ് ഉണ്ടാക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന റെഡ്യൂസിങ് ഏജൻറ്റുകൾ ട്രൈ സോഡിയം സിട്രേറ്റ് ആണ്. ട്രൈ സോഡിയം സിട്രേറ്റ്. അപ്പോൾ ട്രൈ സോഡിയം സിട്രേറ്റ് ഇതിൽ സ്പെസിഫിക് ആയിട്ട് യൂസ് ചെയ്യുന്ന റെഡ്യൂസിങ് ഏജൻറ്റാണ്. അതിനും ഒരു എമൗണ്ട് ഉണ്ട്. എത്ര എമൗണ്ട് ആണ് നമ്മൾ എടുക്കുന്നത്? 6 ml ആണ്. ഇവിടെ 60, ഇവിടെ 6 ml, ഇവിടെ 1 millimolar, ഇവിടെ 10 millimolar ട്രൈ സോഡിയം സിട്രേറ്റ്. ഇതിൻ്റെ ഫോർമുലയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇത് ഓർമ്മിച്ച് വെക്കണം എന്നൊരു നിർബന്ധമില്ല, ഈ പേര് ഓർമ്മിച്ച് വെച്ചാൽ മതി. നമ്മളിത് ആഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, ഡ്രോപ്പായിട്ടേ ആഡ് ചെയ്യാൻ പാടുള്ളൂ, അല്ലെങ്കിൽ അത് റിയാക്ഷനെ എഫക്റ്റ് ചെയ്യും. അതായത് ഒരു 1 drop per second എന്നുള്ള ഓർഡറിൽ ആഡ് ചെയ്തോളൂ. അങ്ങനെ നമ്മൾ ആഡ് ചെയ്യുക, നന്നായിട്ട് സ്റ്റിർ ചെയ്യുക, മാഗ്നറ്റിക് സ്റ്റിർ യൂസ് ചെയ്തിട്ട്. ആൻഡ് ഇത് ഹോട്ട് പ്ലേറ്റ് തന്നെയാണുള്ളത്. ആൻഡ് കുറച്ച് കഴിഞ്ഞിട്ട് ഇതെന്ത് ചെയ്യുക? ക്ലോസ് ചെയ്ത് വെക്കുക, കുറച്ച് സമയം അങ്ങനെ തന്നെ വെക്കുക. പിന്നെ നമ്മൾ അധികം ഹീറ്റ് കൊടുക്കണ്ട, കുറച്ച് സമയം വാച്ച് ഗ്ലാസ് കൊണ്ട് ക്ലോസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ ഇവിടെ ആ ഒരു ട്രൈസോഡിയം സിട്രേറ്റ് കൂടി ഇതുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നൊരു സ്റ്റേജാണിത്.
ഇത് ഇൻട്രാക്ട് ചെയ്ത് കുറച്ച് സമയം കഴിയുമ്പോൾ ഈ സൊല്യൂഷൻ്റെ കളർ മാറും. ഈ സൊല്യൂഷൻ്റെ കളർ മാറി ഇതൊരു ലൈറ്റ് ഗോൾഡൻ കളർ സൊല്യൂഷനായിട്ട് ടേൺ ചെയ്യും. എപ്പോഴാണോ അത് ടേൺ ചെയ്യുന്നത് അത്രയും സമയം ഇതിങ്ങനെ ക്ലോസ് ചെയ്ത് കീപ്പ് ചെയ്യണം. ആ കളർ നമുക്ക് കാണുമല്ലോ, ബീക്കറാണല്ലോ, അത് നമുക്ക് വിസിബിളാണ്. അപ്പോൾ അത്രയും സമയം ഇതിങ്ങനെ എന്താണ് നമ്മൾ വാട്ടർ ബാത്തിലുള്ള ഒരു ട്രേയിലൊക്കെ അകത്ത് എവിടെയെങ്കിലും നമ്മൾ പ്ലേസ് ചെയ്യുക, ഈ ഒരു കളർ വരുന്നത് വരെ. അപ്പോൾ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ മീനിങ് നമുക്ക് നാനോ പാർട്ടിക്കിൾസ് കിട്ടിയെന്നാണ്. അപ്പോൾ ഫൈനലി നമ്മൾ ചെയ്യേണ്ടത് നാനോ പാർട്ടിക്കിൾസിനെ കൂൾ ചെയ്യുക. അതിൻ്റെ അകത്തുള്ള സോൾവെൻറ്റ് ഉണ്ടാവുമല്ലോ, എപ്പോഴും ഇതിനകത്ത് സോൾവെൻറ്റിൻ്റെ പ്രസൻസ് ഉണ്ടാവും, മോയ്സ്ചർ ഉണ്ടാവും. അതിനെ ഫ്രീസ് ഡ്രൈയിങ് വഴി റിമൂവ് ചെയ്യുക. ഫ്രീസ് ഡ്രൈയിങ് എന്താണ്, ലോ ടെമ്പറേച്ചറിൽ ഡീഹൈഡ്രേറ്റ് ചെയ്തിട്ട് സോൾവെൻറ്റും മോയ്സ്ചറൊക്കെ കളയുന്ന പ്രോസസ്സ്. ഇത്രയാണ് നമ്മൾ റിഡക്ഷൻ യൂസിങ് റെഡ്യൂസിങ് ഏജൻറ്റിൽ ചെയ്യുന്നത്. ലാസ്റ്റ് മെത്തേഡ് ഇലക്ട്രോ റിഡക്ഷൻ. ഇത് സിമ്പിളാണ്, നമുക്ക് അധികം ഡീറ്റെയിൽസ് ഒന്നും ഇതിൻ്റെ കേസിൽ പഠിക്കാനില്ല. മെയിനായിട്ട് കോപ്പർ നാനോ പാർട്ടിക്കിൾസാണ് പ്രിപ്പയർ ചെയ്യുന്നത് ഇലക്ട്രോ റിഡക്ഷൻ ആയതുകൊണ്ട്. ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഈ ഒരു കോപ്പറിനെ സെലക്ട് ചെയ്യാൻ കാരണം കോപ്പർ റെഡ്യൂസ് ചെയ്യുന്നതിൽ റിഡക്ഷൻ നടക്കുന്ന ഒരു എലമെൻറ്റാണ്. അല്ലാതെ നമ്മൾ ഒരിക്കലും ഓക്സിഡേഷൻ നടക്കാൻ ചാൻസ് ഉള്ള എലമെൻറ്റ്സ്, അതായത് ലെസ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ ഉള്ളത് ഒരിക്കലും സെലക്ട് ചെയ്യരുത്. അങ്ങനെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ കൊറോഷനൊക്കെ ഉള്ള പോസിബിലിറ്റീസ് ഉണ്ടല്ലോ. അതുകൊണ്ട് എപ്പോഴും കോപ്പർ പോലത്തെ ഹൈ റിഡക്ഷൻ പൊട്ടൻഷ്യൽ ഉള്ളതാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ കോപ്പറിൻ്റെ കേസിലാണെങ്കിൽ ഒരു കോപ്പർ പ്ലേറ്റ് ഉണ്ടാവും, അതൊരു ബാത്തിൽ അസിഡിഫൈഡ് കോപ്പർ സൾഫേറ്റിൻ്റെ ബാത്തിൽ ഇങ്ങനെ വെക്കും. ഈ ഒരു ഫിഗറൊക്കെ ഞാൻ വരച്ചിട്ടുള്ളതാണ്. ഇങ്ങനത്തെ ഫിഗറൊന്നും അങ്ങനെ കറക്റ്റ് ആയിട്ടില്ല, അത് ജസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടി വരച്ചതാണേ. അപ്പോൾ കോപ്പറിൻ്റെ റിഡക്ഷൻ റിയാക്ഷൻ ഓൾറെഡി നമുക്കറിയാമല്ലോ. അപ്പോൾ ഇങ്ങനെയുള്ള കോപ്പർ പ്ലേറ്റ് എവിടെ വെക്കും, നമ്മൾ ഒരു അസിഡിഫൈഡ് കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ്റെ ഒരു ബാത്തിൽ ഇങ്ങനെ വെക്കും. എന്നിട്ട് നമ്മൾ എക്സ്റ്റേണലി അതിന് ഇലക്ട്രിസിറ്റി ഒക്കെ കൊടുത്തിട്ട് നമ്മൾ റിഡക്ഷൻ പ്രോസസ്സ് നടത്തുകയാണ് ചെയ്യുന്നത്. വേറെ ഒന്നും യൂസ് ചെയ്യുന്നില്ല ഇവിടെ. ഇലക്ട്രോ റിഡക്ഷൻ എന്ന് പറയാനുള്ള കാരണം അതാണ്. അപ്പോൾ എന്താ ഇവിടെ സംഭവിക്കുന്നത്, കുറച്ച് സമയം കഴിയുമ്പോൾ ഇതിൻ്റെ അകത്ത് ഡെപ്പോസിറ്റ് ചെയ്യും. ഇത് എപ്പോഴും കോപ്പർ റിഡക്ഷൻ നടക്കുന്നതുകൊണ്ട് ഇതിൻ്റെ മുകളിൽ ഡെപ്പോസിറ്റ് ചെയ്യല്ലേ ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ മുകളിൽ ഡെപ്പോസിറ്റ് ചെയ്യും. എന്താണ് ഡെപ്പോസിറ്റ് ചെയ്യുന്നത്, നാനോ പാർട്ടിക്കിൾസ്. എങ്ങനെയാണ് ഡെപ്പോസിറ്റ് ചെയ്യുന്നത്, സ്പോഞ്ചി ലെയേഴ്സ് ഓഫ് ബോൾ സ്ട്രക്ചർ ഓഫ് കാഥോഡ്. സ്പോഞ്ചി ലെയേഴ്സ് ഓഫ് ബോൾ സ്ട്രക്ചർ, ഈ സ്ട്രക്ചറാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ടത്. ഒരു ബോൾ സ്ട്രക്ചർലെസ്, അത് സ്പോഞ്ചി പോലത്തെ ഒരു ലെയറായിട്ട് ഇതിൻ്റെ ചുറ്റും ഇങ്ങനെ വന്നിട്ട് നിൽക്കും, ഇതേപോലെ നിൽക്കും. ആൻഡ് ഇത് തന്നെ നമ്മൾ എന്ത് ചെയ്യുക, പുറത്തേക്ക് എടുക്കുക. അത് നമുക്ക് പെട്ടെന്ന് സെപ്പറേറ്റ് ചെയ്ത് എടുക്കാൻ പറ്റും. പെട്ടെന്ന് ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്തിട്ട് ഇതിൽ നിന്ന് നമുക്ക് നാനോ പാർട്ടിക്കിൾസ് ആയിട്ട് ഫൈൻ പാർട്ടിക്കിൾസ് ആയിട്ട് സെപ്പറേറ്റ് ചെയ്യാൻ എളുപ്പമാണ്. കാരണം സ്പോഞ്ചി ലെയേഴ്സ് ആണല്ലോ, അത് അത്ര ഭയങ്കര സ്റ്റിഫായിട്ട് നിൽക്കുന്നൊന്നുമല്ല. അപ്പോൾ നമുക്ക് പെട്ടെന്ന് അതിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്തെടുത്തിട്ട് കോപ്പറിൻ്റെ നാനോ പാർട്ടിക്കിൾസ് ആക്കിയിട്ട് ഇതിനെ കൺവേർട്ട് ചെയ്യാം. ഇതാണ് ഇലക്ട്രോ റിഡക്ഷനിൽ പറയുന്നത്.